യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, യെശയ്യാ 44:20. അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്തുകൈയിൽ കാപഢ്യമല്ലേ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. നമ്മുടെ എല്ലാം പാകപ്പിഴയാണിത്. നമ്മളെത്ര തന്നെ നമ്മളെ നോക്കുമ്പോഴും നമുക്കെന്താ പ്രശ്നം, നമുക്കെന്താ കുറവ്? ഒരു കുറവും കണ്ടെത്താൻ ഈ നോമ്പിൽ പോലും അടിയന് സാധിക്കുന്നില്ല. അവൻ്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു. തന്നെ സ്വതന്ത്രനാക്കാനോ തൻ്റെ വലത്തുകൈയിൽ കള്ളത്തരമല്ലേ കാപഢ്യമല്ലേ ഇരിക്കുന്നത് എന്നൊരു മാത്ര ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. യെശയ്യാ 44:20 നമ്മെ എല്ലാം കുറിച്ചാണ്. ഈ നോമ്പ് നമ്മളെ തൊട്ടു തലോടി പൂങ്കാറ്റ് പോലെ കടന്നു പോകുമ്പം നമുക്ക് പറ്റുന്നില്ല തന്നെ ഒന്ന് സ്വതന്ത്രനാക്കാൻ. അനേകരെ തിരുത്താനും കുറ്റം വിധിക്കാനും നമുക്ക് നല്ല നാവാ, ശക്തിയാ. എന്നാൽ എനിക്ക് ദുരിതമെന്ന് പറയാനോ എന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ പറ്റാത്ത വിധം, എൻ്റെ കയ്യിലും ചങ്കിലും കള്ളത്തരമില്ലേ എന്ന് ചിന്തിക്കാനോ കഴിയാത്ത വിധം ഹൃദയം തന്നെ മൂടപ്പെട്ടു പോയിരിക്കുന്നു. കർത്താവേ, കാർമേഘങ്ങളെ മാറ്റുന്നവനെ, മൂടൽമഞ്ഞിനെ തുരത്തുന്നവനെ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന മൂടൽമഞ്ഞിനെ തുരത്തി ദിവ്യ വെളിച്ചത്തിലേക്ക് അടിയനെ നയിക്കണമേ. യെശയ്യാ 44:20 നിങ്ങൾ വായിക്കണേ. കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.